കേരളത്തിൻ്റെ ചോദ്യം അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിൻ്റെ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങളെ ചോദ്യം ചോദിച്ചാൽ മതി. വെറുതെ ആവശ്യമില്ലാണ്ട് കേരളത്തെ മുഴുവൻ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്തിനാ കൊണ്ടുവരുന്നു? ശരി മാഷെ, എൻ്റെ ചോദ്യം അമ്മാതിരുടെ ചോദ്യത്തിനൊന്നും ഞാൻ ഉത്തരം പറയില്ല. നിങ്ങൾ ചോദിക്കുക, നിങ്ങളെന്താ വേറെ ആളെ കൂട്ടുപിടിക്കുന്നത്, കേരളത്തെ കൂട്ടുപിടിക്കുന്നത്? അതുപോലെ തന്നെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്ന അവിടെയുള്ള ഗൃഹനാഥൻ്റെ ചോദ്യം എന്തിനാ നിങ്ങൾ ചോദിക്കുന്നു? ശരി മാഷെ, എൻ്റെ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കും. മീഡിയ വണ്ണിനുള്ള ചോദ്യം ചോദിക്കും. മീഡിയ വണ്ണിന്റെ ക്വസ്റ്റ്യൻ ആണത്. അല്ലാണ്ട് കേരളത്തിന്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ചോദ്യം ചോദിച്ചാലോ? അതൊന്നും കേരളത്തിന്റെ ചോദ്യമൊന്നുമല്ല, രൂപപ്പെടുത്തിയ ചോദ്യമാണ്. നിങ്ങൾ അജണ്ട വെച്ച് രൂപപ്പെടുത്തിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് കേരളത്തിന്റെ പേരും പറഞ്ഞിട്ട് ഉത്തരം പറയാൻ ഞാനില്ല. ശരി മാഷെ, എന്റെ ചോദ്യം ശരി മീഡിയ വണ്ണിന്റെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞതിൽ വസ്തുതാപരമായ പ്രശ്നമൊന്നുമില്ല. എന്റെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ശബരിമലയുടെ പരിപാലനവും മുതൽ സൂക്ഷിപ്പും നിങ്ങളെ ഏൽപ്പിച്ചതാണ്, നടന്നില്ല എന്ന് മാത്രവുമല്ല, അതേക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അതിലെ പ്രധാനികളായി പിടിക്കപ്പെട്ട ആളുകൾ നിങ്ങളുടെ തന്നെ കോംറേഡ്സ് ആണ്. നിങ്ങൾ അതിന്മേൽ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കെ അത് വിശദീകരിക്കാൻ CPIM പ്രയാസപ്പെടുകയാണെന്ന് ഞാൻ പറയാണ്. ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. ഞാൻ കൃത്യമായിട്ട് വിശദീകരിച്ചു തരാം. നിങ്ങളെന്തിനാ പ്രയാസപ്പെടുന്നത്? ഞങ്ങളെ മേലെ കെട്ടിവെക്കുന്നത്? ഞാൻ ഓരോന്ന് പറയാം. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിനുണ്ട്. അത് ഇപ്പോൾ ഉണ്ട്, മുമ്പും ഉണ്ട്. മുമ്പ് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഗുരുവായൂരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാം അറിയുന്ന തിരുവാഭരണം നഷ്ടപ്പെട്ടു. അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കരുണാകരനായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസിഡന്റ് കോൺഗ്രസ് നേതാവുമായിരുന്നു. ആ നഷ്ടപ്പെട്ടതുപോയി ഇന്നേ വരെ തിരിച്ചു കിട്ടിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് കേസ് എടുത്തത് അവിടുത്തെ പൂജാരിയുടെ പേരിലായിരുന്നു. അത് പിന്നീട് തെറ്റായിപ്പോയി എന്ന് കൃത്യമായിട്ട് പറയും. പിന്നെ വീണ്ടും അന്വേഷണം നടത്തുകയും ചെയ്യുന്ന സ്ഥിതി ഈ കേരളം കണ്ടത് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഇപ്രാവശ്യം ഉണ്ടായ സംഭവത്തിൽ ഞങ്ങൾ ഒരു കാര്യം ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. CPIM ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല. അത് മുഴുവൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതിരിക്കാനും പാടില്ല. കൊണ്ടുവരണം, ശിക്ഷിക്കണം. അതിൽ ആര് എന്നുള്ള പ്രശ്നം CPIMനെ സംബന്ധിച്ചില്ല. ആരായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, ശിക്ഷിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതാണ് ഇപ്പോഴും തുടരുന്നത്. ഇനിയും അത് തന്നെയാണ് തുടരാൻ ഉദ്ദേശിക്കുന്നത്. ശരി, ഇപ്പോൾ നടക്കുന്ന SIT അന്വേഷണം അത്ര വേഗം തീർത്തു പോകണ്ട. അതാ ഞാൻ പറയാം. SI ആയില്ല. ഇതെന്നെ പറയട്ടെ. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാൾ, പ്രത്യേകിച്ച് പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ നിലപാട്, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കണ്ടതിന് ശേഷം വെറുതെ ആകാശത്തിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് നിലപാട് സ്വീകരിക്കാനും പറ്റില്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. പക്ഷേ അതെന്താണ് എന്ന കാര്യം, രണ്ട് കാര്യം ഉണ്ട് അതിൽ. ഒന്ന്, ഈ സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടുനിന്നോ, അല്ല സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ അത്ര ഗൗരവത്തോടുകൂടി കാണാതെ ഈ കാര്യങ്ങളെല്ലാം ലാഘവത്തോടുകൂടി കണ്ടിട്ടുണ്ടോ? ഈ രണ്ട് പ്രശ്നം അതിലുള്ളത്. ഇതിലേതാണ് എന്ന് കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ നിലപാട് ഞങ്ങൾ കൃത്യമായിട്ട് സ്വീകരിക്കും. സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും. അവർ ജനപ്രതിനിധികളൊന്നുമല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ എന്ന രീതിയിലാണുള്ളത്. അവരെ പേരിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ വർഗീയ പ്രചാരവേലക്ക് വേണ്ടി ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി നിങ്ങളത് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നടക്കുന്ന പറഞ്ഞു തീരട്ടെ. നിങ്ങൾ കുറെ നിങ്ങൾ 2-3 റൗണ്ട് ചോദിച്ചല്ലോ. നിങ്ങളെ പ്രേക്ഷകരെ കണ്ടോട്ടെ. ഞങ്ങൾക്കെതിരായിട്ട് ഇത്രയും വലിയ രീതിയിലുള്ള കടന്നാക്രമണം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് മീഡിയ വൺ. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ഈ വളരെ പ്രധാനപ്പെട്ട ഈരടി ഉൾപ്പെടെ തയ്യാറാക്കിയിട്ട് അവതരിപ്പിച്ചല്ലോ. പോറ്റിയെ കയറ്റി, ആരാ പോറ്റിയെ കയറ്റി എന്നുള്ളത് സംബന്ധിച്ചിപ്പോൾ തർക്കം വന്നല്ലോ, സംശയം വന്നല്ലോ. അതായത് പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, ആ സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റ ബെല്ലാരിയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജ്വല്ലറി ഉടമ, ഇവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാർ, 2 ആൾ, MP-യും അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പ്രതിപക്ഷ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട UDF-ൻ്റെ കൺവീനർ അടൂർ പ്രകാശ്, ആൻ്റണി, ഇവരെല്ലാം കൂടി ചേർന്ന്
ഇന്ത്യയിൽ സാധാരണ നിലയിൽ കരുണാകരന് പോലും പണ്ട് കാണാൻ സാധിക്കാതെ അത്ര ഗൗരവത്തോടുകൂടിയുള്ള ഒരു വലയത്തിൽ, സുരക്ഷാ വലയത്തിലുള്ള ഒരാളെ എന്തിനാണ് കണ്ടത്, എന്തിനാണ് കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ട് ഫോട്ടോ വന്നെയാണ്. എന്തിനു കണ്ടു? ആരാണ് അപ്പോയിൻമെൻറ്റ് തയ്യാറായി കൊടുത്തത്? ആര് മുഖേനയാണ് കണ്ടത്? നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്.